നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും അകത്തൊന്ന് പോയി എന്താ അവിടെ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വന്ദനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി പിൻവലിപ്പിക്കണം. അത് നടക്കണം. അത് കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. പണം തരുന്ന കാര്യം അപ്പ ആലോചിക്കാം. ഹലോ 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 ഷോ ആ ഇൻഫോർമേഷൻ യാതൊരു പ്രയോജനമില്ലാതെ പോയി. 10 വയസ്സേക്ക് പ്രയോജനം ചെയ്യുന്നു തോന്നുന്നില്ല. എന്ത് ചെയ്യാനാ? പണം പണം പണം. ദേവി മാതാ സെൻട്രൽ സ്കൂൾ, കവലശ്ശേരി. രാഗി, ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ പോയി സമാധാനത്തോടെ റെസ്റ്റ് എടുക്ക. ഒരാത്മാവ് ഇനി നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. രാഗി, ഇനി ദിയമോൾ നിനക്ക് സ്വന്തം, നിനക്ക് മാത്രം. ദിയമോൾ, അവൾ ഇവിടെ വരുന്നതിന് മുമ്പ് അവളെ ഇല്ലാതാക്കണം. ഇല്ലാതാക്കിയിരിക്കും ഈ സാഗർ. എന്തിയാമേ? മോനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വേണ്ട, നല്ല പൂരിയും സ്പെഷ്യൽ വെജിറ്റബിൾ കറിയുണ്ട്. അയ്യോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പോയമ്മേ. ഇനി ഉടനെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഏതായാലും പിന്നീട് ഒരിക്കലാവട്ടെ. അല്ല, ഡിയമോളുടെ സ്കൂളിലെ വിവരങ്ങളൊക്കെ തിരക്കാൻ വന്നതാ. അവൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ജഗന് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയെന്നല്ലേ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ എല്ലാ പരിഗണനയും എല്ലാ കാര്യങ്ങളിലും സ്കൂളിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നുമുണ്ട്. ജഗൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്കൂളില് ദേമോൾക്ക് അഡ്മിഷൻ കിട്ടില്ലായിരുന്നു. നല്ല നിലവാരം, നല്ല പഠനം. ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത് ദേമോളുടെ ഭാഗ്യം തന്നെയാ. ദിയമോളുടെ ഭാഗ്യം എന്നതിനേക്കാളും വന്ദനയുടെ ഭാഗ്യം എന്ന് പറയുന്നതാവും നല്ലത്. കോടീശ്വരനായ രാജീവിന്റെ മകളല്ലേ ദിയമോള്. ആ നിലവാരത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കുട്ടിക്ക് ഉണ്ടാകണം. അത് ശരിയാ. അത് വന്ദനയുടെ സ്വപ്നമായിരുന്നു. സ്വന്തം കാര്യത്തിൽ പിന്നോട്ടായാലും ദിയമോളുടെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കണമെന്ന് വന്ദനയുടെ വാശി. ദിയമോള് വന്ദന നൊന്ത് പ്രസവിച്ച കുഞ്ഞാണെന്നാ അവളുടെ ഉറച്ച വിശ്വാസം. വന്ദനയുടെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഓമനിച്ചു വളർത്തണമെന്നുള്ള ആഗ്രഹം ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വന്ദന പ്രസവിച്ച കുഞ്ഞു തന്നെയാണ് ദേമോളെന്ന് ഞാനും ഉറച്ചു വിശ്വസിക്കുക. അല്ല മാം, ഈ വന്ദനയ്ക്ക് കല്യാണപ്രായം കഴിഞ്ഞിട്ടില്ലല്ലോ. സമയം ധാരാളം ഉണ്ട്. അതിനു മുമ്പ് വന്ദനയുടെ വിവാഹമേ നടക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കാനൊന്നും നമുക്ക് ആർക്കും അധികാരമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് ജഗദീശ്വരനാ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? രാജീവിന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിനേക്കാളും മൂല്യം രാജീവിന്റെ കുട്ടിയിൽ കാണുന്നുള്ള വന്ദന. അത്രയും വിശാല മനസ്സുള്ള ഏതൊരു പെണ്ണാമ്മേ ഈ ലോകത്തുണ്ടാവുക? വന്ദനെ പോലെ ഒരു പെണ്ണിനെ പ്രസവിച്ച അമ്മ ഭാഗ്യവതിയാ. അല്ല അല്ല വന്ദന എവിടെ? പത്രത്തില് ജോലിക്കുള്ളൊരു പരസ്യം കണ്ടിട്ട് അതിന്റെ ഇന്റർവ്യൂവിന് പോയിരിക്കുക. അല്ല, ഏത് കമ്പനി? എവിടെ മോളെ ആ പത്രം? ദേ
ആ ആ ഇത് നല്ല കമ്പനിയാ. ആണോ? ഒരുപാട് സ്റ്റാഫുകൾ, നിരവധി ബ്രാഞ്ചുകളും ഉണ്ട്. ആ വന്ദനയ്ക്ക് ഈ ജോലി കിട്ടട്ടെ. എന്റെ ദൈവമേ. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. ആ ഇപ്പൊ ഒന്നും വേണ്ട, വിശപ്പില്ല, അതുകൊണ്ടാ. കുറച്ച് തിരക്കുണ്ട്. ശരി. എത്രയായി? 150. ശരി. എമിറേറ്റ്സ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് പത്രപരസ്യത്തിൽ കണ്ട കമ്പനി, എമിറേറ്റ്സ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വന്ദന ഇന്റർവ്യൂവിന് എത്തിയിട്ടുണ്ടാവും. എമിറേറ്റ്സ് കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അച്ഛന്റെ പരിചയക്കാരനായ ഒരാളാണല്ലോ ഈ കമ്പനിയുടെ മുതലാളി. ആ യെസ്, എനിക്കറിയാം. ആ ഇവിടെ ഏത് ജോലിക്കുള്ള ഇന്റർവ്യൂ ആയിരിക്കും? ആ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അസിസ്റ്റന്റ് മാനേജർ. എന്തായാലും അകത്തൊന്ന് പോയി എന്താ അവിടെ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.